ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിരിക്കാൻ കഴിയുന്നത് നമ്മളെ സൃഷ്ടിച്ചവൻ്റെ മുമ്പിലാണ്. അങ്ങനെ ഒരു അവസരം നമുക്ക് തരുന്നത് ക്രൈസ്തവരെ അവരുടെ പള്ളിയെ വിളിക്കുന്നത് ദേവാലയം എന്നാണ് വിളിക്കുന്നത്. പള്ളിയെന്ന് പൊതുവെ സാങ്കേതിക കാര്യങ്ങളെ വിളിക്കുമെങ്കിലും നമ്മളെ തന്നെ വിളിക്കുന്നത് ദേവാലയം എന്നാണ്. ദൈവത്തിൻ്റെ ആലയം. അതിൻ്റെ കാരണം ദിവ്യകുർബാനയുടെ സാന്നിധ്യമാണ്. സാക്ഷാൽ ഈശോ ദിവ്യകുർബാനയായി തൻ്റെ വാഗ്ദാന പ്രകാരം കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ദേവാലയത്തിൽ വരുമ്പോൾ 3 തരം സാന്നിധ്യമാണ് നമുക്ക് സംലഭ്യമാകുന്നത്. അതിൽ 2 സാന്നിധ്യം വിശ്വാസത്തിൽ അധിഷ്ഠിതവും, ഒരു സാന്നിധ്യം അവിശ്വാസിയാണെങ്കിലും അനുഭവവേദ്യമാണ്. അതെല്ലാം ഈശോയുടെ വാഗ്ദാന പ്രകാരമുള്ള സാന്നിധ്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തെ സാന്നിധ്യം? 1, 2 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ ഞാനുണ്ടായിരിക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്രീകാരുടെ സുവിശേഷം 18:20. എന്തെന്നാൽ 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇതാണ് സഭയിലുള്ള സാന്നിധ്യം. ഈശോയുടെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ അലൗകികവും അഭൗമമായ ആത്മീയ സാന്നിധ്യം അത് ഗ്യാരണ്ടി ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ സാന്നിധ്യം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഈ സാന്നിധ്യം നമുക്ക് മൈതാനത്ത് ഉണ്ടാക്കാം. നമ്മൾ കർത്താവിൻ്റെ പേരിലൊന്ന് കൂടിയാൽ മതി. ഇനി രണ്ടാമത്തെ സാന്നിധ്യമുണ്ട്. എന്താ രണ്ടാമത്തെ സാന്നിധ്യം? രണ്ടാമത്തെ സാന്നിധ്യം കർത്താവിൻ്റെ വചനത്തിലുള്ള സാന്നിധ്യമാണ്. അതെന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവൻ്റെ സാന്നിധ്യം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ്റെ 1 സുവിശേഷം 1 അധ്യായം 2-ാമത്തെ വാക്യം, വചനം ദൈവമായിരുന്നുവെന്ന്. ഇപ്പം വചനം ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ വചനം ദൈവമായതുകൊണ്ട് തന്നെ വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെ, അപ്പം വചനം പ്രഘോഷിക്കുന്ന ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ പാരമ്പര്യപ്രകാരമായിരിക്കണം, അപ്പോസ്തല പാരമ്പര്യം അനുസരിച്ചായിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയി ഒരു ധ്യാനാംഗത്തിൽ പോയി ആരുടെയെങ്കിലും വചനം കേട്ടിട്ട് ബൈബിൾ എടുത്ത് ഇറങ്ങിയവനൊക്കെ ആ വചനം കേട്ടാൽ നമ്മൾ വഴിതെറ്റിപ്പോകും. മറിച്ച് സഭ 2000 വർഷങ്ങളായിട്ട് അതിൻ്റെ ട്രഡീഷനും പാരമ്പര്യവും അപ്പോസ്തല കൂട്ടായ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ വിശുദ്ധ പാരമ്പര്യങ്ങളുള്ള തനത് കർത്താവിൻ്റെ സ്വന്തം സഭ സുവിശേഷ കാലം മുതലുള്ള സഭയാണ്. ഈ ഒരു സഭ എപ്പോഴും നോക്കേണ്ടത് ഇത് സുവിശേഷ കാലം മുതലുള്ള അപ്പോസ്തല സഭയാണെന്ന് നോക്കണം. അല്ലാതെ സഭകളെന്നും പറഞ്ഞ് ഒത്തിരി സഭകളുണ്ടാകും. അതൊക്കെ ഇടത്തും കിടക്കും തലക്കൊക്കെ ഓരോ ഇടത്തുകൂട്ടുകാർ സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവർ, പൈസ ഉള്ളവർ സ്വന്തമായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കി അങ്ങനെ കുറേ പേരൊക്കെ ഇട്ട് വിളിക്കും. അത് അങ്ങനെ കുറേ പേരിട്ട് ആൾക്കാരെ വിളിക്കണില്ലേ ഇപ്പം? അപ്പോൾ പേരിട്ടത് കൊണ്ട് ദൈവത്തിൻ്റെ സഭയാകത്തില്ല. ദൈവത്തിൻ്റെ സഭയാകണമെങ്കിൽ അപ്പോസ്തല പാരമ്പര്യം ഉണ്ടാകണം. കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു കർത്താവിൻ്റെ നിയോഗപ്രകാരമാണ് ഈശോ അപ്പോസ്തലന്മാർ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ആ അപ്പോസ്തല പാരമ്പര്യത്തിലുള്ളതായിരിക്കണം. അതാണ് അപ്പം നിങ്ങൾ ചിലർക്ക് ചോദിക്കും, ഇതെല്ലാം കൂടി ഒരു റീത്ത് പോരെ? സീറോ മലബാർ ഒരു റീത്ത്, മലങ്കര വേറെ റീത്ത്, ലത്തീൻ വേറെ റീത്ത്, എല്ലാം കൂടി ഒരു റീത്ത് പോലെ. അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഓരോ അപ്പോസ്തലന്മാർ ഓരോരോ രാജ്യത്ത് പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോഴേ അവിടെയുള്ള പ്രാർത്ഥന അരൂപികളും ചിട്ടവട്ടങ്ങളും അവിടെ എങ്ങനെയാണ് മനുഷ്യൻ പാരമ്പര്യമായിട്ട് ദൈവത്തെ ആരാധിച്ചിരുന്നത് അത് അവർ ഉൾക്കൊണ്ടിട്ടാണ് അവിടെ സഭ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് റൈറ്റ്സ് ഉണ്ടാകുന്നത്, വ്യത്യസ്തങ്ങളായ റൈറ്റ്സ് ഉണ്ടാകുന്നത്. അവനവൻ്റെ റീത്തുകളെ അവരവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. കാര്യം അത് ആ ട്രഡീഷനിലാണ് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഈ വിഷയത്തെ കുറച്ച് അറിവുണ്ടാകണത് എപ്പോഴും നല്ലതാണ്.
അതായത് ഒരു അറിവില്ലാതെ ചുമ്മാ ഓരോ ധ്യാന കേന്ദ്രത്തിലും പള്ളികളിലും കയറി ഇറങ്ങി ബൈബിളും കഷത്ത് വെച്ച് വായിത്തൊന്നിനെ വിളിച്ച് പറഞ്ഞു കുറേ പ്രദേശം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരൊക്കെ പതുക്കെ എൻ്റെ കൂട്ടായ്മ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതാണ് ദേ ഹാവ് നോ ട്രഡീഷൻ നോളജ്. ലിറ്റർജി അറിയത്തില്ല, ആരാധനക്രമം അറിയത്തില്ല, ചർച്ച് ഹിസ്റ്ററി അറിയത്തില്ല, എക്ലോസിയോളജി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം അറിയാവുന്ന കുറച്ച് കാണാൻ പിടിച്ച വചനങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ളവർ സഭയെ നയിച്ചാൽ സഭ കേടായി പോകും. കാരണം ദൈവത്തിൻ്റെ സഭയായിട്ട് അത് വിശുദ്ധീകരിച്ച് കവദാശത്തിൽ വളരാതെ ഇരിക്കുകയും ചെയ്യും. അവർക്ക് തെറ്റ് പറയണത് അവരറിയാതെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്കറിയത്തില്ല അവർ തെറ്റാണ് പറയണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അതാണ് ഈ കേരള സഭയിൽ ഇപ്പോൾ ബ്രദർമാരുടെ എണ്ണം കുറവല്ലേ. അതിൻ്റെ കാരണം ബ്രദർമാർ ശുശ്രൂഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ പഠനങ്ങൾ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരും പഠനത്തിൽ പുറകുള്ളവരും ഒക്കെ മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കളം കാര്യമാക്കിയിട്ടുണ്ട് ഇപ്പോഴും പലരും. കാര്യം എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യം ഇതുപോലെയുള്ള സുവിശേഷ വേലക്കാർ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തലിക സഭ തിരഞ്ഞെടുക്കണം. കാര്യം കർത്താവിൻ്റെ കാലം മുതലുള്ള ഇപ്പോൾ യേശുവിൻ്റെ മൂന്നാമത്തെ സാന്നിധ്യം എന്താ? വചനത്തിലുള്ള സാന്നിധ്യം അല്ലാതെ മൂന്നാമത്തെ സാന്നിധ്യം എന്താ? മൂന്നാമത്തെ സാന്നിധ്യം അതാണ് ഇപ്പോൾ ഓരോ ദേവാലയങ്ങളൊക്കെ നമ്മൾ ചെയ്യണ ഇപ്പോൾ കൃപാസനങ്ങൾ ലളിതമാക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്നോട് എന്തോ 2012-ലോ 2016-ലോ അമ്മ എന്നോട് ഒരു സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിനേക്കാൾ ലളിതമാകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതിൻ്റെ മുഖവാരം ഒരു ഓല തൂക്കി കെട്ടി അവിടെ ഗോഡെന്ന് മാത്രം എഴുതി വെക്കുന്ന ഒരു സ്വപ്നം എൻ്റെ ഡയറിയെ കിടപ്പുണ്ട്. കണ്ടതാണ്. അതായത് ഈ കൃപാസനം ഒരു ഹോളാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഓല വെച്ചാണ് കെട്ടിയിരിക്കണത്. എന്നിട്ട് അവിടെ ഞാൻ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെക്കുന്നു, കുരിശൊന്നുമില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിനെ എല്ലാവർക്കും അറിയാൻ ഭയങ്കര ട്രാൻസെൻഡൻ്റായിട്ടുള്ള ഒരു ഭയങ്കര മാഗ്നിഫിഷ്യൻ്റ് കത്തീഡ്രൽ പോലെയൊക്കെ ഉള്ള ദേവാലയങ്ങളുണ്ടാക്കിയാൽ അവിടെ അത് നമ്മൾ എല്ലാവർക്കും ആണെന്ന് പറഞ്ഞാലും ആ പള്ളിയുടെ ഭാഷ എല്ലാവർക്കും ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ അത് സോ കോൾഡ് ആ വിശ്വാസത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളവരായിട്ട് ആണ് സാധാരണ തോന്നുന്നത്. കൃപാസനത്തെക്കറിയാൻ അങ്ങനെ തോന്നത്തില്ല. ഇവിടെ വെന്തും നീറി തകർന്ന് തരിപ്പണമായി വരുന്ന മനുഷ്യരാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ, പ്രത്യേകിച്ച് ഇവിടുത്തെ ദൈവാനുഭവമൊക്കെ അമ്മ ത്രൂ ആണ്. ആദ്യം അമ്മയെ പരിചയപ്പെടും. അമ്മയെ പരിചയപ്പെടുമ്പോൾ തന്നെ ശരിയാകും ആൾ. അതായത് അമ്മയാണ് ഈശോനെ. ഞങ്ങളാരും കൂടുതലായിട്ട് നിങ്ങളുടെയൊക്കെ ഒന്ന് വിശ്വാസ കാര്യങ്ങൾ പറയാറില്ലല്ലോ, ഒന്നും പറയാറില്ല. പഠിപ്പിക്കലും കുറവാണ്. എന്താ കാര്യം? ഞങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ താനേ ദൈവത്തെ അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചോറുണ്ടാക്കി ഉരുട്ടി ഉണ്ടാക്കി വായി വെച്ചൊന്നും തരണില്ല. ഞാനിവിടെ നിന്ന് അരിയൊക്കെ തരും, നിങ്ങൾ പാകം ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അതാണ് വിഷയം. അതാണ്. അപ്പോൾ അത് ആരെയും നിർബന്ധിക്കുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ സംബന്ധിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വിഷയം കണ്ണീരാണ്. ഞാനിവിടെ കൈകാര്യം ചെയ്യുന്ന കണ്ണീരെന്നുള്ളൊരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. കണ്ണീര് ആർക്കുണ്ട്? അവന് കർത്താവിനെ കാണാനുള്ള എളുപ്പവഴി ഉണ്ടാകണം. കണ്ണീര് ഇവിടെ കൃപാസനത്തിൻ്റെ ഒരു രീതി അതാണ്. കണ്ണീര് ആർക്കും വരാം, ഏത് സമയത്തും വരാം. കണ്ണീര് ആർക്കുണ്ട്? ഇമ്മീഡിയറ്റ് ഹെൽപ്പ് വേണം. ആ ഇമ്മീഡിയറ്റ് ഹെൽപ്പിനെ നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ അമ്മ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളുടെ പാപാവസ്ഥയോ പണ്ടത്തെ കാലമോ നമ്മുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം പിരിഞ്ഞവരാണോ, ഒരുമിച്ച് താമസിക്കുന്നവരാണോ, കുടുംബം അലങ്കോലമാണോ, മദ്യപാനികളാണോ, അതൊന്നും ഇവിടെ കൃപാസനത്തിൽ ഫസ്റ്റ് ടൈമിലോ സെക്കൻഡ് ടൈമിലോ റെഫറൻസ് എടുക്കത്തില്ല. റെഫറൻസ് എടുക്കുന്നത് കണ്ണീരേ എടുക്കത്തുള്ളൂ. നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ ആ കണ്ണീരിന് ഇവിടെ സമാധാനമുണ്ട്. മൂന്നാമത്തെ സാന്നിധ്യമില്ലേ? മൂന്നാമത്തെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണത്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്.
എൻ്റെ ശരീരം ഭക്ഷിക്കുന്നത് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ ജീവൻ നൽകുന്ന കർത്താവിൻ്റെ തനി സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള പള്ളികൾ വെക്കുന്നത്. ഓരോ പള്ളിക്ക് ഇപ്പോൾ 2 കോടി 8 കോടിയൊക്കെ വിലയല്ലേ. എന്തുകൊണ്ടാണ്? എനിക്ക് കാശുകൊണ്ട് ഞാൻ 80 കോടി പള്ളിയും വെക്കും. അതിൻ്റെ കാര്യം എനിക്ക് പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാം. അതാണ് വിഷയം. എന്താ കാര്യത്തിന് ഒരു സ്വർഗമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. സ്വർഗത്തിലുള്ള ആൾ നമ്മൾക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി അതിൻ്റെ വില നൽകി പാപത്തിന് പരിഹാരം ചെയ്ത് ദേവപിതാവിന് മഹത്വപൂർണ്ണമായി ഉയർത്തി നിൽക്കുമ്പോൾ അവൻ്റെ മഹത്വപൂർണ്ണമായ സ്വർഗീയ തനി സാന്നിധ്യം എവിടെയുണ്ടോ അതിന് ഏത് 80 കോടിക്ക് എന്ത് വില, അതിനേക്കാൾ എന്തുമാത്രം മുടക്കാൻ പറ്റും. അത്രയും വലിയ ദേവാലയങ്ങളെ കർത്താവിന് വേണ്ടി ഭൂമിയിൽ ചെയ്യണം. അതാണ് കത്തോലിക്ക പള്ളികളുടെ ഒരു പ്രത്യേകത. ഓർത്തഡോക്സ് പള്ളി അങ്ങനെ, അപ്പോസ്തലിക പള്ളികളെല്ലാം അങ്ങനെയാണ്. എന്താണ്? ശരിക്കും കാശ് മുടക്കി വളരെ മാഗ്നിഫിഷ്യൻ്റായിട്ട് ചെയ്യും. എന്താ കാര്യം? അവിടെ വസിക്കുന്നവൻ്റെ വിലയുടെ മുമ്പിൽ ഈ കാണിക്കുന്ന പള്ളിയുടെ വില ഒന്നുമല്ല. വിലമതിക്കാനാവാത്ത ദൈവത്തിൻ്റെ തനി സാന്നിധ്യം ഇമ്മാനുവേൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ. ആ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുകയും ആരാധനയുടെ ഉറവയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവലംബവും വരണത്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനമാണ്. ബേസിക്കായിട്ട് വാട്ട് ഈസ് കൃപാസനം എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ ആൻസറേ ഉണ്ടാവും. ബേസിക്കായിട്ട് വാട്ട് ഈസ് കൃപാസനം എന്ന് ചോദിച്ചാൽ എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടം, അത്രയേ ഉള്ളൂ. അമ്മ പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറയാൻ. ഇപ്പോൾ നമ്മളിവിടെ എന്തിനാണ് കൂടിയിരിക്കണത്? ദുരന്തം ഉണ്ടായപ്പോൾ, ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നവരാണ്. അവരോട് ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ ഞാനുമായിട്ട് ഉടമ്പടി എടുത്ത് ഉത്തരവാദിത്തമുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ. അത് 2 ബന്ധമുണ്ടല്ലോ. ഒരു നിരുത്തരവാദിത്തമായ ബന്ധം ഉണ്ടാവും. നിരുത്തരവാദിത്തം ഇപ്പം അപ്പന്മാരാണെങ്കിൽ കുടിച്ചു കൂത്താടി മക്കൾക്ക് എന്ത് കെട്ടപ്രായം 22 വയസ്സായാലും ശരി, അപ്പനിങ്ങനെ 5 പൈസ പോലും സൂക്ഷിക്കാതെ ഇങ്ങനെ കുടിച്ച് കൂത്താടി നടക്കും. അപ്പനാണ് അയാൾ, പക്ഷേ ഉത്തരവാദിത്തം ഇല്ല അല്ലേ? അപ്പോൾ അപ്പനാണെന്ന് പറഞ്ഞാൽ റിലേഷനിൽ ഉത്തരവാദിത്തം ഉണ്ടാകത്തില്ല. ഏറ്റവും വലിയ വിഷയം റിലേഷൻ അല്ല പ്രശ്നം. ആദ്യയാൾ അപ്പനായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ചില ആൾക്കാരെ കണ്ണും കൈയും കാണിച്ചിട്ട് ഓടിക്കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെ വിളിക്കും. എടി ഇവിടെ എന്ത് സംഭവിച്ചത്? അച്ഛാ, ഈ ജന്മം ഇവിടെ നിന്ന് ആര് കല്യാണം കഴിപ്പിച്ച് തരും? എൻ്റെ കാര്യം ആരന്വേഷിക്കും? ഞാൻ പിന്നെ മിണ്ടത്തില്ല. അവളെ തലയെ വെച്ച് ആശ്രവദിക്കും. എന്താ കാര്യം? അവളുടെ ചെരുപ്പേ കയറി ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല. എന്താ കാര്യം? ആ ബന്ധം, അതിന് ഉത്തരവാദിത്തമുള്ള ആളെ കുടിച്ച് കൂത്താടി വെടിവില്ല നടക്കുകയാണ്. അതാ. അപ്പോൾ ബന്ധമല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? ഉത്തരവാദിത്തമാണ് പ്രശ്നം. ഉറപ്പല്ലേ? ബന്ധമല്ല പ്രശ്നം. നിങ്ങൾക്ക് ദൈവമാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, അത് ഓക്കെ. അപ്പനെന്ന് വിളിക്കാം, എല്ലാവരും ദൈവത്തെ മക്കളെന്ന് വിളിക്കാം, നമുക്ക് റിലേഷൻ എന്ത് വിളിക്കാം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം സാധൂകരിക്കണം. വിളിക്കണമല്ല പ്രശ്നം. എന്തും നമുക്ക് വിളിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന് മകനാണെന്നൊക്കെ പറയുകയും ചെയ്യാം. പക്ഷേ അതല്ല പ്രശ്നം. സാധൂകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതീകരിക്കണം, അല്ലെങ്കിൽ സ്ഥിരീകരിക്കണം. ഉടമ്പടി എന്താ ചെയ്യണത്? നമ്മൾ ദൈവവുമായിട്ട് റിലേഷനിലാണെന്ന് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. അതാണ് വിഷയം. ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? നമുക്കൊരു ക്ലെയിം വരാൻ കാര്യം എന്താണ്? ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, നമ്മൾ ദൈവമക്കളാണെന്ന് നമ്മൾ തന്നെ സുവിശേഷം നൽകുന്ന ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ക്ലെയിമായി. ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിക്ക് നമ്മൾ ആസ്തി വെച്ചിരിക്കണത് എന്താണ്? ഉടമ്പടി ദൈവം തന്നപ്പോൾ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അമ്മയുടെ ഒരു ആധ്യാത്മികമാണ് ഇതിൻ്റെ ആധാരം. അങ്ങനെ ജീവിതം അമ്മ പറയുന്ന ആ ഫോർമുല അനുസരിച്ച് കൊണ്ട്
അവൻ പറയണ പോലെ നമ്മൾ ജീവിച്ച് കൊള്ളാമെന്നാണ് ദൈവതിരുസ്ഥൻ്റെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലെയിമായി, എന്താണ്, ഒരു ആത്മവിശ്വാസമായി. എന്താ കാര്യം? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ടും വിശ്വസ്തനായതുകൊണ്ടും ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? എനിക്കതിൻ്റെ അകത്ത് ഭയങ്കര സങ്കടവും ദേഷ്യവും ഉണ്ട്. ദേഷ്യം ഉണ്ടായ കാര്യമൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയണേ എന്താ ചെയ്യില്ലേ, ചില ആൾക്കാർക്ക് ഉടമ്പടി 3 പുതുക്കിയാലും അവർക്ക് ഉടമ്പടിയുടെ ആ സ്പിരിറ്റിനെ കുറിച്ച് അറിയത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപ്പച്ചൻ വന്നു. അപ്പച്ചൻ്റെ പേരെന്ന് വെച്ചാൽ അങ്ങയുടെ ജോലി എന്താ? അങ്ങയുടെ ജോലി ഭയങ്കര രസമാണ്. അങ്ങയുടെ പേരെന്നാ? മാർട്ടിൻ തോമസ്. വയനാടുകാരനാണ്, പ്രായമുള്ള അപ്പച്ചനാണ്. അപ്പം അങ്ങയുടെ ജോലി എന്താണെന്നറിയാമോ? ഉടമ്പടിയിൽ ഉടക്കി നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് അവരുടെ തെറ്റുവശങ്ങൾ കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി അവരെ കറക്റ്റ് ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, അങ്ങേര് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. 11 ഭാഷ പത്രം മേടിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന്. ആര് പറഞ്ഞു അങ്ങേരോട് 11 ഭാഷ പഠിക്കാൻ? ഒരു മലയാളി 11 ഭാഷ പത്രം മേടിച്ചിട്ട് പോവുകയാണ്. പൈസ 10, 60, 67 ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ആരൊക്കെ ഉണ്ടാളില്ലേ. അപ്പോൾ 11 ഭാഷ പത്രം മേടിച്ചിട്ട് പോവുകയാണ്. എന്തിനാണ്? അങ്ങേ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ ആ ഭാഷക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് പോയി സംസാരിക്കും. അപ്പം ചിലർ പറയും, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് പറയും. തണ്ട് പുതുക്കിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് പറയും. എൻ്റെ മക്കളെ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. എന്നോട് അമ്മ പറഞ്ഞത് ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ എങ്ങനെ എനിക്ക് 2 പുതുക്കണത്? അപ്പോഴെന്തോ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണത്? ആ ഉടമ്പടിയിലല്ല നിങ്ങളിവിടെ വന്ന് എന്തൊക്കെ ഏറ്റെന്നുള്ള കാര്യം സത്യമാണ്, എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉടമ്പടി ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുകയാണ് ഈ മാർട്ടിൻ തോമസിൻ്റെ ജോലി. അപ്പോൾ അവർ എവിടെയാണ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കണത്? അവർ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കണ കാരുണ്യ പ്രവൃത്തിയിലാണോ അതോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണോ? അപ്പോൾ അത് നോക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം വീണ്ടും അവരെ കൊണ്ട് ഉടമ്പടി പുതുക്കിച്ച്, ഇത് ആരും പറഞ്ഞതല്ല, ദൈവമായിട്ട് അവർ അങ്ങേർക്ക് ബന്ധമുണ്ടായപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തതാണ്. ഈ ഉടമ്പടി ഉഴപ്പിവരെ പോയി കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും അതായത് നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവദർശനം നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും എൻ്റെ മക്കളെ ആദ്യം ഒരു കമ്മ്യൂണിക്കബിൾ ആകണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു വിഷയം. കമ്മ്യൂണിക്കബിൾ ആകണം. കമ്മ്യൂണിക്കബിൾ ഉടമ്പടിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ബി എ കമ്മ്യൂണിക്കൻ്റ് പേഴ്സൺ. എന്നുവെച്ചാൽ ഒരു ദൈവമായിട്ട് ഒരു ഇൻട്രാക്ഷൻ, ഒരു സംസാരം, ഒരു സംഭാഷണം, സൗഹൃദമാകണ ഒരു വ്യക്തിയാകണം. സംഭാഷണ സൗഹൃദം, അതാണ് കമ്മ്യൂണിക്കബിൾ എന്ന് പറയണത്. സൗഹൃദ സംഭാഷണമല്ല അത്. സൗഹൃദ സംഭാഷണം നമ്മൾ വഴിയെ കൊണ്ടുപോയിട്ട് നടത്തും, പരിചയക്കാരും. അങ്ങനെയല്ല, സംഭാഷണ സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിലേഷനിലേക്ക് ആദ്യം വരണം. അങ്ങനെ റിലേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അടിയുറച്ച വിശ്വാസം വേണം. വിശ്വാസം ഇപ്പം ഉടമേ ഇങ്ങനെ റെഡിമെയ്ഡ് പോലെ അടിയുറച്ച വിശ്വാസം കിട്ടത്തില്ല. വിശ്വാസം എപ്പോഴും ചില പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ഉറക്കത്തുള്ളൂ. അപ്പോൾ 1ാം പരീക്ഷണം, 2ാം പരീക്ഷണം അത് ഇതിൻ്റെ ഉള്ളതാണ്. അപ്പോൾ പരീക്ഷണം വരുമ്പോൾ ചില ആൾക്കാർ 1ാം പരീക്ഷണവും 2ാം പരീക്ഷണം വരുമ്പോൾ തന്നെ ഗുഡ് ബൈ പറഞ്ഞ് അവർ പോകും. അവരെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഞാൻ ഇവിടുന്ന് 500 പ്രഭാഷണങ്ങൾ ഉടമ്പടിയുടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കും. കേൾക്കണത് എന്തിനാണ്? എന്നിട്ട് നിങ്ങൾ ഉടമ്പടി ജീവിതം ദൈവമായിട്ട് റിപ്പയർ ചെയ്യണം. ഇന്ന മിസ്റ്റേക്കുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ചിലർക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ ദൈവസ്നേഹക്കുറവ് ആണ് ചിലർക്ക് സംഭവിച്ചിരിക്കുന്നത്. ചിലർക്ക് സംഭവിച്ചിരിക്കുന്നത് അവരുടെ വിഷയത്തിന് അമിത പ്രാധാന്യം കൊടുത്തിട്ട് ദൈവത്തിന് സെക്കൻഡ്. അതിപ്പോൾ എല്ലാം അങ്ങനെയാണ് തെറ്റിക്കിടക്കുന്നത് ആൾക്കാർക്ക്.
വിഷയമാണ് ദൈവം. ചിലർക്കെങ്കിലും വിഷയമാണ് ദൈവം. നമ്മൾ അറിഞ്ഞ് നമുക്ക് ശരിക്കും ഇതിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളമില്ലേ, ഇപ്പോൾ വെള്ളം മൈക്രോസ്കോപ്പിന് അടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം നമ്മൾ കുടിക്കത്തില്ല. നിങ്ങൾ എത്ര ജർമ്മൻ ഡിസ്റ്റിലറിയിൽ നിന്ന് എടുത്ത വെള്ളമായാലും ശരി, ട്രീറ്റ് ചെയ്ത വെള്ളമായാലും ശരി, ഒരു നിമിഷം നിങ്ങൾ മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കുടിക്കത്തില്ല. കാര്യം അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ബാക്ടീരിയ ഉണ്ടാവും. ബാക്ടീരിയയൊക്കെ ഇങ്ങനെ പേന് പോലെ നിരക്കണ കാണാം വെള്ളത്തിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ കുടിക്കണ മൈക്രോസ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടല്ലേ വെള്ളം കുടിക്കണത്. അപ്പോൾ അതുപോലെ ഇതൊന്ന് മൈക്രോസ്കോപ്പിക്കാക്കി നോക്കണം, എവിടെയാണ് ഈ ഉടമ്പടി പിശകിയിരിക്കുന്നത്. അപ്പോൾ വരണത് പലർക്കും വിഷയമാണ് ദൈവം. ദൈവമില്ല അവിടെ. ദൈവം എന്താണ്? വിഷയമാണ്. അപ്പോൾ വിഷയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യമാണ് വന്നു തരുന്നത്. എങ്ങനെയെങ്കിലും വസ്തു വിറ്റാൽ മതി, അപ്പോൾ അത് ദൈവമായി മാറും. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോഴും അതുപോലെ എൻ്റെ ബേസ് എന്താണ്? ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിനു വന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് വിഗ്രഹാരാധനയാവും. ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിനു വന്നാലും. ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നിരാശയില്ലേ ഒത്തിരി പേർക്ക്? എന്താ കാരണം? അത് വിഗ്രഹ ആരാധകരുടെ നിരാശയാണ്. നിങ്ങൾക്ക് നിരാശ ഉണ്ടെങ്കിൽ ആ നിരാശ എന്ന് പറയണത് വിഗ്രഹാരാധകരുടെ നിരാശയാണ്. അപ്പോൾ എന്താ വിഗ്രഹാരാധനയുടെ നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ വിഷയത്തെ നിങ്ങൾ വിഗ്രഹമായി കണ്ടു. ഇപ്പം ന്യൂസിലൻഡിൽ പോകണമെന്ന് ഏതാണ്ട് ഈ പെണ്ണുങ്ങളുടെ പ്രശ്നത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ആണുങ്ങളെ പോലെ അല്ല. ആരെങ്കിലും തലയ്ക്ക് ഇങ്ങനെ ആപ്പടിച്ച് കയറ്റിയാൽ പിന്നെ ആപ്പും കൊണ്ട് നടന്നുള്ളൂ. ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ആരെങ്കിലും തലക്കൊരു ആപ്പടിച്ച് കയറ്റിയാൽ മതി, ആ ആപ്പും ചോന്നുകൊണ്ട് നടന്നുണ്ട്. അത് ഈ സ്വിറ്റ്സർലൻഡാണെന്ന് പറഞ്ഞാൽ ഈ സ്വിറ്റ്സർലൻഡ്. പിന്നെ അതേക്കാൾ ബെസ്റ്റായിരിക്കും ചിലപ്പോൾ കാനഡ. ആ സ്വിറ്റ്സർലൻഡിൽ ആപ്പ് ഓടിച്ച് നടന്നുള്ളൂ. ഇപ്പം എന്താ സംഭവം? ഈ ആപ്പ് കുറേ സമയത്ത് കഴിയുമ്പോൾ ഇത് വിഗ്രഹമായിട്ട് ഡെവലപ്പ് ചെയ്യും. സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകും. ആര് തന്ന നിരാശയാണ്? വിഗ്രഹാരാധകരുടെ നിരാശയാണത്. അത് നിരാശയാണ് എപ്പോഴും. അതുകൊണ്ടാണ് ഈശോ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പഠിപ്പിച്ചതിൻ്റെ കാര്യം. ഈ നിരാശ ആൾക്കാരെ ഉണ്ടാക്കുന്നത് മുഴുവനും സ്വർഗസ്ഥനായ പിതാവ് നല്ല മെഡിസിനാണ്. എന്നുവെച്ചാൽ സ്വർഗസ്ഥനായ പിതാവിൽ ആ കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ എന്താ വിഷയം വെച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരും ചങ്ക് കൊണ്ട് ആരും ചെല്ലത്തില്ലല്ല, എല്ലാം ചുണ്ടുകൊണ്ടല്ല ചെല്ലണത്. അത് കാരണം ഇത് മരുന്ന് ഏക്കത്തില്ല. അതായത് അകത്ത് കഴിക്കാനുള്ള മരുന്ന് തൊലിപ്പുറത്ത് പെരട്ടുകയാണ്. സ്വർഗസ്ഥനായ പിതാവിന് സംഭവിച്ചിരിക്കുന്ന വിഷയം അതാണ്. മരുന്ന് അകത്ത് കഴിക്കാനുള്ളതാണ്, പക്ഷേ പുഴമ്പ് പെരട്ടണ പോലെ പുറത്ത് പെരട്ടും. അതാണ് ഈ സ്വർഗസ്ഥനായ പിതാവിന് സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാം പൂജ രാജ്യം സ്വർഗത്തിൽ എന്ത് സംഭവം? സ്വർഗസ്ഥനായ പിതാവാണ് ആ കക്ഷി ചെല്ലിയതേ. അത് ചുണ്ടുകൊണ്ടാണ് ചെല്ലിയത്. പട്ടിക പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാം പൂജ രാജ്യം സ്വർഗത്തിലെ പല ഭൂമിയിലെ ഒറ്റ ശ്വാസത്തിൽ തീർന്ന പരിപാടി. അത് അകത്ത് കഴിക്കാനുള്ള സാധനം കുഴമ്പ് പോലെ പെരട്ട്. അത് കാരണം ഇത്രയും നാൾ ചെല്ലിയ സ്വർഗസ്ഥനായ പിതാവ് വേസ്റ്റാണ് ശരിക്കും. എന്താ കാര്യം? അത് അർത്ഥമില്ല. എന്താ ഒന്നാമത്തെ വാക്കെന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പം തന്നെ ഇന്ത്യയിൽ എഴുതുമ്പോൾ തന്നെ സ്വർഗസ്ഥനായ പിതാവാണ് ഞാൻ നിങ്ങളെക്കൊണ്ട് ചെല്ലിക്കുന്നത് അല്ലേ? എന്താണ് ഇന്ത്യയിൽ എഴുതുമ്പോൾ ചില പ്രേമവിവാഹക്കാർ വരും. അവരുടെ ഒന്നാമത്തെ ഇൻറ്റൻഷനും ആ ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കണം. രണ്ടാമത്തെ ഇൻറ്റൻഷൻ എന്താണ്? അതും അവൻ്റെ പേരെഴുതും, അവനെ തന്നെ കല്യാണം കഴിക്കണം. മൂന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണ്? അത് അവനെ തന്നെ കല്യാണം കഴിക്കണം. ഇൻറ്റൻഷനാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലരുതിനി, ഈ ജന്മത്തിൽ ചെല്ലാൻ നിങ്ങൾ അർഹരല്ല. എന്താ കാര്യം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യം തന്നെ കിടക്കണത് എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്. ദൈവത്തിന് ഒരു വാതിൽ വെച്ച് കൊടുത്തിട്ടാണ് സ്വർഗസ്ഥനായ പിതാവ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ചെല്ലാനുള്ള യോഗ്യത പ്രാപിച്ചാൽ ബാക്കി ഇൻറ്റൻഷനൊക്കെ തീരുമാനമാകും. ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള യോഗ്യതയാണ്, ലൈസൻസാണ്. ഇപ്പം ചിലർ പറയാം, എൻ്റെ അടുത്ത് ഒന്ന് പറയാം, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ വെച്ചാൽ 2 പ്രാവശ്യം 8 എടുത്തപ്പോൾ കമ്പിയിട്ട് മുട്ടിയെന്ന് പറയും.
ശരിയാണേ, അവർക്ക് 40-45 വയസ്സുണ്ട്. അവർ 8 എടുത്തപ്പോഴേ കമ്പിയിട്ട് മുട്ടിയെന്നാണ് പറയണത്. അപ്പോൾ എന്നിട്ട് പറയണത്, ദൈവമേ ഇന്നൊരു കാലമാടെ മീജയം വെച്ചിരിക്കേണ്ട കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി. ആരാ? വെഹിക്കിൾ ഇൻസ്പെക്ടറിനെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ സന്ധിബന്ധക്ക് തളർന്ന്. എന്താ കാര്യം? ഇനി അത് കമ്പ്യൂട്ടർ മുട്ടണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ 8 എടുക്കുമ്പോൾ 2 കമ്പ്യൂട്ടർ മുട്ടും. പല ആൾക്കാർ ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ 8 എടുത്തിട്ടില്ല, കമ്പ്യൂട്ടർ മുട്ടിയിരിക്കുകയാണ്. വയസ്സ് 65 ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കമ്പ്യൂട്ടർ മുട്ടാതെ ഒരു 8 എടുത്തിട്ടില്ല. അതാണ് അവസ്ഥ. എന്താ കാര്യം? ഇതിൻ്റെ ലൈസൻസ് സ്വർഗസ്ഥനായ ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന യോഗ്യത എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കുകയാണ്. ഇന്ന് വരെ 60 വയസ്സായാലും ഇതിൻ്റെ ലൈസൻസ് കിട്ടാൻ പാടാണ്. ദൈവത്തിന് തോന്നണം നിങ്ങളെ ദൈവഹിതത്തിനാണ് പ്രാധാന്യം കൊടുക്കണമെന്ന്. അതാണ് വിഷയം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ദൈവമഹത്വത്തിനായി മക്കളെ സ്വയം സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാ സ്നേഹത്തിന്റെ പ്രാർത്ഥന വെളിവോടെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണം. എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഒരു ലൈസൻസ്, ഈ പ്രാർത്ഥന ചെല്ലാൻ മാത്രമുള്ള സമർപ്പണം, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഇതിന് നിറവേറട്ടെ എന്ന് പറയണമെങ്കിൽ നമുക്ക് നല്ല ദൈവസ്നേഹം വേണം. ഈ നിശ്ചിത അത്രയും ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞാൽ ആ ദൈവസ്നേഹത്തെ കൃത്രിമമായി നിറക്കാനാണ് ഞങ്ങൾ പലപ്പോഴും ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് ഹോംവർക്ക് തരണത്. പ്രീഡിയ ഉടമ്പടി നിങ്ങളോട് പറയത്തില്ലേ, പ്രേക്ഷിത വേല ചെയ്യണം, പിന്നെന്ത് ചെയ്യും, പിന്നെന്താ പറയണത്, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യണം, വിശുദ്ധിയോടെ ജീവിക്കണം. അതെന്തിനങ്ങനെയൊക്കെ പറയണത്? അതായത് നിങ്ങൾ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ഉടമ്പടി ജീവിതമാണ് ദൈവമായിട്ട് നയിക്കണമെന്ന്. എനിക്കെപ്പോഴും ഇപ്പം ഞാനും ഇതുപോലെ കർത്താവിൻ്റെ തിരുസന്നിധി വരുമ്പോൾ നിങ്ങളെ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയല്ലേ, ഞാൻ ഇതിൻ്റെ ഒരു പ്രയോക്തമായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് കുറേ അധികം ജീവിത പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കണമെന്ന് നിങ്ങളെപ്പോലും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ നിങ്ങളെ പ്രസൻറ്റബിൾ ആക്കുകയാണ് ദൈവതിരുസന്നിധിയിൽ. നിങ്ങളിലൂടെ വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് ഒഫീഷ്യലായിട്ട് പിശാചിൻ്റെ ആളായിട്ട് മാറും. നിങ്ങൾ ഉടമ്പടി എടുത്ത് ഉഴപ്പി കോൺതിരിഞ്ഞ് വിഷയത്തെ വിഗ്രഹമായി കണ്ട് ദൈവമായി കണ്ട് നിങ്ങൾ ദൈവത്തിന് പണി കൊടുത്ത് തിരിച്ച് പണി മേടിച്ച ആളാണ്. അപ്പം നിങ്ങൾ വാ പൊളിച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ 2 പുതുക്കി, എന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയും. അതല്ലല്ല വിഷയം. മാർട്ടിൻ തോമസിൻ്റെ പ്രശ്നം, മാർട്ടിൻ തോമസ് ഇത്തിരി നല്ല കർഷകനാണ്, കണ്ട തടി കർഷകൻ്റെ തടിയാണ്. മാർട്ടിൻ തോമസ് ഇവിടുന്ന് പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞിട്ട് ഹീമോഗ്ലോബിൻ 8ആയി. ഹീമോഗ്ലോബിൻ്റെ 13 വേണം, അത് 8ആയി. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 7ആയി. പുള്ളിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റണില്ല, കിതച്ച് പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് എടുത്താൽ കിതക്കും, ഹീമോഗ്ലോബിൻ കുറയേ, രക്തത്തിലുള്ളൊരു കണ്ടൻ്റാണത്. പിന്നെ അത് 6ആയി, അനങ്ങാൻ പറ്റാതെ. പിന്നെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ പറഞ്ഞ്, ഡോക്ടർ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഡെങ്കു ആണെന്ന് വിചാരിച്ചു. ഡെങ്കുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ടൈഫോയിഡ് ഉണ്ട്, ആളിന് ടൈഫോയിഡ് ഉണ്ട്, ഡെങ്കു ഉണ്ട്. ഇപ്പോൾ ഡെങ്കുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഈ പ്ലേറ്റ്ലെറ്റ്സ് കൂടുന്നില്ല, അത് കുറഞ്ഞ് വരെ ഇരിക്കുകയാണ്. അപ്പോൾ ഡെങ്കുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡെങ്കു സുഖപ്പെട്ട ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേറ്റ്ലെറ്റ് കൂടേണ്ടതാണ്, പക്ഷേ കൂടുന്നില്ല. 8ആയിരുന്നുള്ളത് 7ആയി. അപ്പോൾ അത് കുഴപ്പത്തിലായി. പിന്നെ ടൈഫോയിഡിന് ഈ പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ കുറയുമ്പോൾ ടൈഫോയിഡിനെ ട്രീറ്റ് ചെയ്താലും ചിലപ്പോൾ ഏക്കത്തില്ല. അപ്പോൾ ഇയാളുടെ ഡോക്ടർ ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത്, സെൻറ്റ് ജോൺസിലേക്ക് ബാംഗ്ലൂരിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം,
65% നെഗറ്റീവ് ഡെഡ് സെൽസാണ് ബ്ലഡിലുള്ളത്. ദാറ്റ് മീൻസ് ബ്ലഡ് ക്യാൻസറാണ്. 65% ബ്ലഡിലുള്ള സെൽസ് ഇങ്ങ് ഡെഡായി. പിന്നെ ചുവപ്പ് ശോണാണുക്കളൊക്കെ 30% ഉള്ള സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊരു ഇത് ബ്ലഡ് ക്യാൻസറിലേക്കാണ് പോണത്, നമുക്കൊരു നീണ്ട ട്രീറ്റ്മെൻറ്റ് വേണം. കാര്യം ഇത് ടൈപ്പ് 1 ഉണ്ട്. ടൈപ്പ് 1 ആണെങ്കിൽ കുറച്ച് കാലം ട്രീറ്റ് ചെയ്യുമ്പോൾ ശരിയാകും. നിങ്ങളുടെ ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണെങ്കിൽ അത് കുറച്ച് ചികിത്സിച്ചാൽ ശരിയാകും. ടൈപ്പ് 3 വന്നാൽ ചികിത്സിച്ചാലും ശരിയാകത്തില്ല. അപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങേരുടെ ടൈപ്പ് 3 ആണ്. അപ്പോൾ ഇത് ആൾ മരിക്കും, ചികിത്സിച്ചാൽ ശരിയാകത്തില്ല. എന്നാലും ഡോക്ടർ ചെല്ലുമ്പോൾ ഒരു സാധ്യതയുണ്ടല്ലോ, ഡോക്ടേഴ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ആൾ പോകുന്നെങ്കിലും അവർ ട്രീറ്റ് ചെയ്യും. അത് അവരുടെ മെഡിക്കൽ എത്തിക്സിൻ്റെ ഭാഗമാണ്. അവരുടെ മനസ്സിൽ പറയണത് ചിലപ്പോൾ ദൈവം രക്ഷിച്ചാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ട്രീറ്റ് ചെയ്യണത്. അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് പറയും. പക്ഷേ ഇതിൻ്റെ സൈക്കിൾ കൂടുതലാണ്. ഫസ്റ്റ് ഒരു സൈക്കിളിന് 7 ഇഞ്ചക്ഷനും 28 ഗുളികയുമാണ്. അങ്ങനെ 7 സൈക്കിളുണ്ട്. 49 ഇഞ്ചക്ഷന് 28 × 7 ഗുളികയും വേണം. അതാണ് ഈ ടൈപ്പ് 3 ആൾ പോകും. എന്നാലും മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു സാധ്യതയുള്ളതെന്ന് പറയും. അപ്പോൾ അവർ ഉടനെ ചേട്ടനെന്ന് വെച്ചാൽ ചേട്ടനാണ് തീർന്ന ആളിങ്ങനെ അവശനാടെ കിടക്കുകയാണ്. അല്ലൊക്കെയാണ് ഈ സംഭവം അറിയണത്. ഉടനെ ഇയാൾക്ക് ഇഷ്ടമുള്ളൊരു അച്ഛനെ വിളിച്ച്, പണ്ട് അവിടെ വീട്ടിൽ അവിടെ ഇടവക പള്ളി പണിതിട്ട് ഇപ്പം അച്ഛൻ പ്രീസ്റ്റ് ഹോമിലാണ് പാലയിൽ. അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ അടുത്ത ആഴ്ച ഞാനിങ്ങനെ കിടപ്പിലായി പോയി മരിച്ചു പോകും, പക്ഷേ അച്ഛൻ വന്ന് എൻ്റെ പിണമെടുക്കണം. അച്ഛൻ തന്നെ വന്നിട്ട് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് അച്ഛൻ പോകാവൂ. അപ്പം ആളിൻ്റെ ട്യൂണൊക്കെ മാറി. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു പുതുമ അല്ല ഇത്. അയാൾ ട്രാജിക് സോള് ലാസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു രംഗമായി കാണുന്നത്. അയാളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് അയാളുടെ ലൈഫിനെ കാണുന്നത്. അയാളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പം അച്ഛൻ പറഞ്ഞ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഒരു 10 കൊല്ലം കൂടി നീ ജീവിക്കും, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരുത്തം അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ, ഇപ്പോൾ TD ജോസഫാണ് ഈ പറഞ്ഞ പേഷ്യൻ്റ്. ഈ മാർട്ടിൻ തോമസ് എന്ന് പറയുന്നത് ഇങ്ങനെ അളിയനാണ്. മാർട്ടിൻ തോമസ് ഇയാളുടെ അടുത്ത് ബാംഗ്ലൂർ ഇയാളെ കാണാൻ ചെന്നിച്ചും പറഞ്ഞ് നമുക്ക് മാതാവിനെ കാണാൻ പോകാം കൃപാസനത്തിൽ. അമ്മയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നല്ലത്. നമ്മളവിടെ ചെന്ന് കാല് കുത്തിയാൽ മതി, ബാക്കി അമ്മ നോക്കിക്കൊള്ളൂ എന്ന് പറയും. അതാണ് മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞത്. ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു കണ്ണീരുള്ള മനുഷ്യൻ ഒരിടമ്പടി എടുക്കാതെ ഈ മണ്ണിക്കാല് കുത്തിയ അമ്മ അവരെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം നമ്മൾ വിഷയം കൈകാര്യം ചെയ്യണത് ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിനുള്ള സെക്കൻഡ് ട്രിപ്പുകളാണ്. പക്ഷേ ഫസ്റ്റ് ട്രിപ്പിൽ അവനെ നിലനിർത്തി കൊടുക്കണം. അത് ഞങ്ങളിവിടെ ഇരുന്നുകൊണ്ട് 2003 ഇവിടെ ഒരു മനുഷ്യനും വല്ലപ്പോഴും കൂടി കയറി വന്ന സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഇരുന്നുകൊണ്ട് രാത്രിയും പകലും ഒരു കൊല്ലം മുഴുവനും അഖണ്ഡജമാല ചെല്ലും, ഒരു കൊല്ലം മുഴുവനും. നിങ്ങളൊക്കെ ചോദിക്കത്തില്ലേ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഓടി എന്തിനാടി ഇത്രയും പ്രാർത്ഥിക്കണത്, വല്ല ആവശ്യമുണ്ടോ, തലയ്ക്ക് വെളിവാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭ്രാന്ത് പിടിക്കുമോ എന്നൊക്കെ വെളിവില്ലാത്തവനൊക്കെ പറയും. എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രാർത്ഥനയും കാര്യം നടക്കുമ്പോൾ സഹപ്രവർത്തകർ വരെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇത്രയും തീഷ്ണ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്താ പ്രശ്നം, അവർക്കിതിന് മനസ്സിലാവത്തില്ല. ഒരു ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് പ്രാർത്ഥന ആണെന്ന് ഞാൻ പറയില്ല, പ്രാർത്ഥിക്കാനുള്ള ക്രെഡിബിലിറ്റി വാങ്ങിച്ചെടുക്കുന്നതാണ് ദൈവതിരുസന്നിധിയിൽ. പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റും, വട്ട പിടിച്ചാലിരുന്ന് പ്രാർത്ഥന കാണാൻ ആൾക്കാർ, എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുകയും ചെയ്യും. അതല്ല പ്രാർത്ഥനയല്ല വിഷയം. പ്രാർത്ഥിക്കാനുള്ള ക്രെഡിബിലിറ്റി വാങ്ങിക്കണം ദൈവതിരുസന്നിധിയിൽ നിന്ന്. ഇപ്പം നമ്മൾ കുറേ ഇപ്പം അത് ആലപ്പുഴയാണ്, ഇവിടെ മുഴുവൻ തടുക്കിൻ്റെയും കയറിൻ്റെയും കയറ്റുപായുടെയും ഒക്കെ ഫാക്ടറികളാണ്. ഈ ഫാക്ടറികൾ മുഴുവനും ഇങ്ങനെ തടുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടായി ഇതിന് ഓർഡർ ഇല്ലെങ്കിൽ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഇവർ തടുക്കുണ്ടാക്കുന്നത്.
ഇതുപോലെ നിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചൊള്ളാവുന്ന ദൈവത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുള്ളൂ. റീഡിയ നിൻ്റെ പ്രാർത്ഥന റിജക്റ്റഡ് ഡാമേജ് പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ ഒരു ജന്മം പ്രാർത്ഥിച്ച വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഉടമ്പടി ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവനെ ഉടമ്പടി കൊണ്ട് വയറ്റിപ്പഴപ്പ് മാത്രമല്ല, ദൈവത്തെ കൂടി നേടണം, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നവനെ ആദ്യത്തെ 1 മാസം കൊണ്ട് തന്നെ അവൻ ക്രെഡിബിലിറ്റി നേടിയെടുക്കും. എന്താ കാര്യം? അവന് 5 പൈസയുടെ അനുഗ്രഹമില്ലെങ്കിലും അവൻ ചുറ്റു നടന്ന് വെയിലും കൊണ്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയോ വചനം കൈമാറുകയോ അനുഭവങ്ങൾ പങ്കുവെക്കുകയോ ഒക്കെ തീഷ്ണത കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്താ? അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തെ മനസ്സിലാകും, ഇവനാണ് അവനെന്ന് മനസ്സിലാകും, ഇവനോട് ഇത് കമ്മ്യൂണിക്കബിൾ ആണെന്ന് മനസ്സിലാകും, ഇവൻ കമ്മ്യൂണിക്കബിൾ. അത് എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ആദ്യം പ്രാർത്ഥിക്കുകയല്ല മക്കളെ ചെയ്യേണ്ടത്, ആദ്യം പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിച്ചെടുക്കണം. ക്രെഡിബിലിറ്റി. നീ ദൈവത്തിരുസന്നിധിയിൽ സ്വീകാര്യനാണ്. ബൈബിളിലെ ഏറ്റവും നല്ല വാക്ക് എന്താണ്? സ്വീകാര്യതയും തന്നെയാണ്. ദൈവത്തിരുസന്നിധി സ്വീകാര്യനാണെങ്കിൽ ഇത്രയും വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ചില ആൾക്കാരുടെ ക്യാൻസർ പേഷ്യൻ്റെ മുമ്പിൽ കൈ വെച്ചിട്ട് ഞാൻ എന്താണ് അമ്മയുടെ മുഖത്ത് നോക്കണത്? ഞാൻ നോക്കിയാൽ മതി. എന്താ കാര്യം നോക്കണത്? ഇത്രയും നാൾ ജോലി ചെയ്തതിനെക്കുറിച്ച് എനിക്കും അമ്മയ്ക്കും നല്ല ബോധമുണ്ട്. ഞാൻ എന്തൊരു ജോലി ചെയ്തിട്ടുണ്ട്, എന്തൊരു നിലപാടെടുത്തിട്ടുണ്ട്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം എൻ്റെ ചവിട്ടിക്കുട്ടിയ കാലത്തും ഞാൻ വിശുദ്ധിയോടെയും ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായിട്ട് നിലനിന്നിട്ടുണ്ട്. അപ്പോൾ ദോഹിക്കുന്നവർ ആശ്രയിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ നിലനിന്നിട്ടുണ്ട്. അതെല്ലാം അമ്മയ്ക്കറിയാം. അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയണത്. അത് ക്രെഡിബിലിറ്റിയാണ്. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥിക്കാനുള്ള ദൈവത്തിരുസന്നിധിയിലുള്ള വിശ്വാസ്യത. 1000 പ്രാർത്ഥിച്ചു എന്നല്ല പറയണത്. ഒരു പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കുവാൻ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ പോലും തന്നെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥിക്കാനുള്ള വിശ്വാസ്യത. ദൈവത്തിരുസന്നിധി ദൈവം നിൻ്റെ പ്രാർത്ഥനകളെ ഇപ്പം യേശുക്രിസ്തുവിന് പകരം വേറെ ആൾക്കാർ കുരിശിൽ കയറിയിട്ട് വല്ല കാര്യമുണ്ട്? എന്തുമാത്രം ആൾക്കാർ കുരിശിൽ കയറി ഇല്ല. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ 6000 പേരെ കുരിശിൽ തറച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കാലത്ത് തന്നെ 6000 പേരെ റോമാക്കാർ കുരിശിൽ തറച്ചിട്ടുണ്ട്. കുരിശിൽ തന്നെ തറച്ചിട്ടുണ്ട്. ആ കുരിശിൻ്റെ വഴിയൊന്നും നമ്മൾ നടത്തണില്ല. കള്ളന്മാരുടെ കുരിശിൻ്റെ വഴിയൊന്നും നടത്തുക ഇല്ല, നടത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ വിഷയം. ഈ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യേശു ക്രിസ്തുവായി അർപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലി, അതാണ് ഈ ഏകരക്ഷകൻ എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ. അതാണ് എന്നുവെച്ചാൽ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് സുവിശേഷം വെളിപ്പെടുത്തുകയും അപ്പോസ്തലർ പ്രചരിപ്പിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും നിത്യരക്ഷ നേടുകയും ചെയ്യണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന പിതാവേ, നന്ദി പിതാവേ, മഹത്വം പിതാവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത, ലൈസൻസ്, സ്വീകാര്യത. നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ദൈവം കേൾക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് നിൻ്റെ പ്രാർത്ഥന. അതിന് മുൻകൂർ സ്വീകാര്യത പറയേണ്ടിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്വീകാര്യത. കർത്താവിൻ്റെ ബലിക്ക് മുമ്പ് കർത്താവിന് സ്വീകാര്യത കിട്ടിയതാണ്. എന്താണ്? കർത്താവ് ജ്ഞാനസ്നാനപ്പെടുമ്പോൾ തന്നെ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ബലി പ്രസാദിക്കുന്ന സ്വീകാര്യതയെ മുൻകൂർ സ്വീകാര്യതയായി. നീ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത വാങ്ങിക്കണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? നീ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ അത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കർത്താവിന് 2 സ്വീകാര്യത കിട്ടിയത്. അപ്പോസ്തലന്മാർക്ക് ഇടയ്ക്ക് സംശയമുണ്ടായി.
ഈശോ പറഞ്ഞില്ല ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടും, അവരവനെ പീഡിപ്പിക്കും, വധിക്കും, പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പീഡാനുഭവ പ്രവചനം പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെ താബോർ മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ പിതാവിനോട് പറഞ്ഞ്, എന്നിട്ട് ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല, നീ അവരോട് സംസാരിക്കണം. അപ്പം തന്നെ പെട്ടേന്നിങ്ങനെ യേശുവിൻ്റെ വസ്ത്രം തിളങ്ങി സൂര്യനെപ്പോലെ നിന്ന് പിതാവിൻ്റെ സ്വരമുണ്ടായി. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അതാണ് വിഷയം. അപ്പം സ്വീകരിക്കാവരണം. ഇപ്പം ഇങ്ങനെ യേശുവിൻ്റെ ബലിക്ക് മുമ്പ് തന്നെ, പാവപരിഹാര ബലിക്ക് മുമ്പ് സ്വീകാര്യത വരുന്നുണ്ട്. അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ 10,000 ചില ആൾക്കാർ ഉടമ്പടി ഉഴപ്പിയിട്ടില്ലേ, ചില ആൾക്കാർക്ക് ഉടമ്പടി എന്ന് ആ പ്രതീക്ഷിച്ച ഫലം കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന മുമ്പ് തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഉടമ്പടിക്ക് ദൈവതിരുസേന സ്വീകാര്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന, എന്നോട് പ്രത്യക്ഷീകരണ കാലത്തും ഉടമ്പടി കാലത്തും അമ്മ പറഞ്ഞത് ഇന്ന് വരെ ദൈവം തെറ്റിച്ചിട്ടില്ല. കാര്യം ഈ പറഞ്ഞതെല്ലാം അതേപോലെ സത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു കണ്ണീരിൻ്റെ കാലത്ത് ഈ മണ്ണി ചവിട്ടിയാൽ മതി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പച്ചൻ്റെ പേരെന്നാ, ടി.ഡി. ജോസഫ്. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ചാൽ, ആ അപ്പച്ചൻ ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മരിപ്പെടുക്കണമെന്നൊക്കെ പറഞ്ഞ ആ സിറ്റുവേഷനൊന്ന് ചിന്തിച്ച് നോക്കി. ആൾ പിരിഞ്ഞു പോകുന്നെന്ന് അദ്ദേഹം തോന്നി. പക്ഷേ എന്നിട്ട് ഈ അച്ഛൻ ആണ് പറയണത്, നീ ജീവിക്കുമ്പോൾ മകനെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ വിഷയം ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ആരാണെന്നറിയാമോ? ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പ്രേക്ഷിതനാണ്, അദ്ദേഹത്തിൻ്റെ അളിയനാണ്. അദ്ദേഹം ഒരു പ്രേക്ഷിതനല്ല, ഒരു 1.5 പ്രേക്ഷിതനാണ്. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ മാർട്ടിൻ തോമസ്. അദ്ദേഹത്തിന് ആവശ്യത്തിന് വയസ്സുണ്ട്. കണ്ട പക്ഷേ ഒരു ഭയങ്കര ഹെൽത്തിയാണ് ആളെ, കണ്ട സംസാരമൊക്കെ. ഇപ്പം ഈ മാർട്ടിൻ തോമസ് ഇയാളെ സന്ദർശിക്കാൻ ചെല്ലും. സത്യം പറയും, ഇത് കുഴപ്പമൊന്നുമില്ല ജോസഫേ, മാതാവിൻ്റെ മുമ്പിൽ നീ ഒന്ന് ക്ഷമ വന്നാൽ മതി, ബാക്കി കാര്യം അമ്മ ചെയ്യും. അതാണ് ആ പ്രേക്ഷിതൻ്റെ അതാണ് പ്രേക്ഷിത ജോലി എന്ന് പറയണത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുളിര് കയറും. ഒരു വാരിക്കെട്ടി വർത്താനം പറഞ്ഞില്ല, നീ മാതാവിനൊന്ന് കണ്ടാൽ മതി, ആ മണ്ണി വെച്ച് നീ അപ്പം സുഖപ്പെടുമെന്ന് പറയും. എന്നുവെച്ചാൽ ഇത് പറയാൻ കാര്യം, ഈ പ്രേക്ഷിതൻ ഒരു വല്ലാത്ത പ്രേക്ഷിതനാണ്. ഇയാൾക്ക് ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സ്വീകാര്യതയുള്ള ആളാണ്, ദൈവതിരുസന്നിധിയിലെ സ്വീകാര്യതയുള്ള ആളാണ്. എന്താ ഇയാളുടെ ജോലി? എന്താ ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ചുറ്റി നടന്ന് ഉടമ്പടി വീണ് പോയ ആൾക്കാരെ കണ്ടെത്തുകയാണ്. അതാണ് വിഷയം. ഈ നമ്മ പറഞ്ഞ മാർട്ടിൻ തോമസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്താണ്? നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? വീടുകളിലൊക്കെ പോയിട്ട് ഉടമ്പടി എടുത്തതാണ് എന്നിട്ട് സാക്ഷ്യം പറഞ്ഞ, ഇല്ല ഞങ്ങൾക്ക് അനുഭവങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ ഇരിക്കൽ പുള്ളി ഇരുന്നിട്ട് ഇവർക്ക് അനുഭവം ഉണ്ടാക്കണ രീതിയിൽ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. കൗൺസിൽ കൊടുത്ത് രണ്ടാമത് കൊണ്ടുവന്ന് പുതുക്കിയിട്ട് അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചിട്ടാണ് പുള്ളി പിരിയണത്. അപ്പോൾ ഇയാളുടെ ദൈവതിരുസന്നിധി ഇയാൾക്ക് ഭയങ്കര ആസ്തിയാണ്. ഇയാളെ ഈ മാതാവ് ഇവിടെ ഒന്ന് കണ്ടാൽ മതി, അപ്പം തന്നെ തീരുമാനമാകും. അത്ര കണ്ട് ഈ മനുഷ്യനും അമ്മയും ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം. എന്നിട്ട് ഈ ജോസഫിനോട്, ഈ ടി.ഡി. ജോസഫിനോട് ഈ അളിയൻ പറയേ, പ്രേക്ഷിതൻ പറയേ, നീ അവിടെ വന്നിട്ട് വാരിക്കെട്ടി ഒന്നും പ്രാർത്ഥിക്കരുത്, നീ ഒറ്റ വരി പറഞ്ഞാൽ മതി. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ മക്കളെ, നമ്മൾ ഈ എന്തെല്ലാം തലകുത്ത് പറഞ്ഞ് എന്തെല്ലാം പ്രേക്ഷിതപ്രവർത്തനം ചെയ്താലും കൃപാസന ഉടമ്പടിയുടെ തീ ഇരിക്കണത് അവിടെയാണ്.
അത് എനിക്ക് പോലും ആദ്യം അറിയത്തില്ല. എന്നെ കാലാന്തരത്തിൽ പരിശുദ്ധാത്മാവ് ടോക്കിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. എന്താണ്? നമ്മൾ ഈ ജനങ്ങളെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ച് കർത്താവിൻ്റെ സുവിശേഷം സന്ദേശം കൈമാറാൻ വേണ്ടി വിടുമ്പോഴും നീ ഒരിക്കലും കാര്യം മറന്നു പോകരുത്. കല്യാണത്തിൻ്റെ തിരക്ക് കൊണ്ട് കെട്ട് മറന്നു പോകരുതെന്ന് പറയും. എന്നല്ലേ, കല്യാണത്തിന് ഭയങ്കര ആഘോഷവും സ്വീകരണമൊക്കെയാണ്, പക്ഷേ കെട്ടാൻ മറന്നു പോകുന്ന വല്ല കാര്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ കെട്ടെന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കണത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാണ്. അപ്പോൾ ഇത് ആരാണ് ഇയാളെ പ്രൊമോട്ട് ചെയ്യണത്? ആരാണ് പ്രൊമോട്ട് ചെയ്യണത്? മാർട്ടിൻ ഈ പ്രേക്ഷിതനാണ്. പ്രേക്ഷിതൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ആസ്തിയാണ്. പ്രേക്ഷിതൻ്റെ ആസ്തി എന്ന് പറയണത് ഇയാളെ ഉടമ്പടിക്ക് ശേഷം ഇയാൾക്ക് നല്ല ആസ്തി ഉണ്ടായിട്ടുണ്ട്. ആസ്തി എന്ന് പറഞ്ഞാൽ ഇയാളെല്ലാ ഈ നിർധനരുടെ കുടുംബത്തിൽ പോകും. പാവപ്പെട്ടവർ ഈ ഷെഡൊക്കെ വെച്ച് ടർപ്പോളൊക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലേ, എല്ലാ കാലത്തും ഉണ്ടാവും അത്. അവരുടെ വീടുകളിൽ പോകും. എന്നിട്ട് അരി വെച്ചാൽ എങ്ങനെ ജീവിക്കുന്ന, എന്താണ് ഇവിടുത്തെ കുഴപ്പമെന്നൊക്കെ തിരക്കും. അപ്പോൾ ചില വീടുകളിൽ വരുമാനം ഇല്ല. വരുമാനം ഇല്ലെന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വരുമാനം ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി, അയാളെ ചികിത്സിച്ച് കുറേ കടങ്ങളായി, അതിന് ബ്ലേഡിൽ നിന്ന് കാശെടുത്ത് ആ കാശ് വീട്ടിൽ നിന്ന സമയത്ത് വീട്ടിൽ അരി മേടിക്കാൻ കാശില്ല. അപ്പം പിന്നെ അരി മേടിക്കാൻ കാശില്ലാത്തവൻ എങ്ങനെയാണ് പെരകെട്ടാൻ കാശ് ഉണ്ടാകണത്? അങ്ങനെ ഈ പാപത്വങ്ങൾ ഇല്ല, നിർമ്മാർജ്ജനം ചെയ്തൊക്കെ നമുക്കിങ്ങനെ PR വർക്ക് ചെയ്യാവുന്നല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല സംഭവം. യഥാർത്ഥത്തിൽ പാപത്വങ്ങൾ എപ്പോഴും ഉണ്ട്. അപ്പം ഇയാൾ ഇതുപോലുള്ള കുടുംബം കണ്ടുപിടിച്ചിട്ട് ഒരു മാസത്തേക്ക് ആവശ്യമായ മൊത്തം സാധനങ്ങൾ അവിടെ ഇറക്കും. അത് ഇയാൾ വലിയ പണിക്കാരനൊന്നുമല്ല, ഇയാൾക്ക് 2 പശു വളർത്തുകാരനാണ്, കർഷകനാണ്, പശു വളർത്തുകാരനാണ്. ഈ പശു വളർത്തുകാരൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട്. അവർ ഉടമ്പടിയുടെ ഒരു കൂട്ടായ്മ വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വയനാട്ടിലെ കൂട്ടായ്മയാണ് ഇതെല്ലാം ചെയ്യണത്. പക്ഷേ എന്നാൽ അതിന് തീയും വിറകും കൊടുക്കുന്നത് ഈ മനുഷ്യനാണ്. അതിൻ്റെ പ്രയോസാനവും പ്രാർത്ഥനയും അവിടെ കൂട്ടായ്മ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ഈ വീട്ടിൽ ഈ സാധനങ്ങൾ ഇറക്കി കൊടുക്കും. കാര്യം അവിടെ ഇനി വേലക്ക് പോകാൻ ആരുമില്ല. അതിന് എങ്ങനെ അവർ കടയിൽ പോയി വല്ലതും മേടിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കടക്കാരൻ വിളിക്കും, നിങ്ങൾക്ക് ഇറച്ചി പിടിക്കാൻ കാശുണ്ട്, എൻ്റെ കാശ് തരാല്ലേ, കാശില്ലാതെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്തക്ക് വിളിക്കും. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കണത്? പാവപ്പെട്ടവൻ്റെ ജീവിതം ഭയങ്കര ഗതികേടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കുകയാണ് ഉടമ്പടിക്കാരുടെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ ഇറങ്ങണം, ഇതുപോലെ ഇറങ്ങിയിട്ട് പാവപ്പെട്ടവൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്താണ് കൃപാസനത്തോട് പറയണം. ഇന്ന വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു, അതിൻ്റെ അവസ്ഥ അതാണ്. അതപ്പം നിങ്ങൾക്ക് തോന്നണം ഇതിന് വേറെ ഈ ഭൂമുഖത്ത് ആരും അവരെ സഹായിക്കാനില്ല എന്ന് തോന്നണം. തോന്നിയിട്ട് നിങ്ങളൊരു അപേക്ഷ ചെയ്യും. അപ്പോൾ നമുക്കറിയാവില്ല കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനത് ഇവിടെ ആൾക്കാരോട് പറയും, ഇങ്ങനെയൊക്കെ ചില കുടുംബങ്ങളുണ്ട്, ആ കൂട്ടായ്മ ഉണ്ട്, അതുപോലെ കൂട്ടായ്മയിൽ വെക്കാവൂ, വ്യക്തിപരമായിട്ട് വെക്കരുത്. നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കൂട്ടായ്മയിൽ നിങ്ങൾ ആ വർക്ക് ചെയ്യണം. കാര്യം നമ്മളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തൊരു കൂട്ടായ്മ ഉത്തരവാദിത്തമുള്ള ദൈവസമൂഹമാണ്. ഉത്തരവാദിത്തമുള്ള സമൂഹത്തിന് അവൻ്റെ വയറ്റിപ്പഴപ്പ് മാത്രം നോക്കിയിട്ട് ഉടമ്പടി ചെയ്താൽ ഉടമ്പടി വിജയിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിന് സന്നിധി സ്വീകാര്യത ഒരു വിഷയമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത് മാത്രമല്ല ഇയാൾ ചെയ്യണത്. E.D. ജോസഫ് എന്ന് പറഞ്ഞ അയാൾ അങ്ങേരും ഇതിൻ്റെ അകത്ത് ഉസ്താദാണ്. അങ്ങേരെന്താ മകനോട് പറഞ്ഞിരിക്കണത്? മകനെയാണ് ശമ്പളമുള്ളത്. മകൻ്റെ ദശാംശം ഒരു വർഷം എന്ന 10% പൈസ എടുത്തിട്ട് ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചിട്ട് ഓരോ വേദനപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് പങ്കിട്ട് കൊടുക്കുകയാണ്. ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷയം. മര്യാദക്ക് ദൈവത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ചെന്ന് ദൈവത്തിന് തോന്നണം നിങ്ങൾ. എന്നാൽ പിന്നെ ഉടമ്പടിയിൽ ഇങ്ങനെ നട്ടോട്ട് ഓടേണ്ട ഒരു കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ക്രെഡിബിലിറ്റിയാണ്. ഉടമ്പടി ചെയ്യാനുള്ള ക്രെഡിബിലിറ്റി. ഇപ്പോൾ ഈ മനുഷ്യൻ ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ അതായത് അഗതി മന്ദിരത്തിൽ സന്ദർശിക്കുന്നു, അവിടുത്തെ ബാത്റൂം കഴുകി കൊടുക്കുന്നു, അവിടെ നഖം വെട്ടി കൊടുക്കുന്നു, അവരെ കുളിപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവം? ഉടമ്പടി അങ്ങനെ നിന്ന് കത്തിക്കണ് കേരളത്തിൽ, ലോകം മുഴുവനും. ഇങ്ങനെ കുറേ അധികം പ്രാർത്ഥന പ്രേക്ഷിതരുണ്ട്. അല്ല ഞായറാഴ്ച ആകുമ്പോൾ ഉടനെ ബൈബിളും കക്ഷത്തിൽ വെച്ച് എവിടെയെങ്കിലും കൊതിരുന്ന് കുറേ നേരം 2.5 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ആടിന് വേണ്ടി പ്രാർത്ഥിച്ച്, പശുവിന് വേണ്ടി പ്രാർത്ഥിച്ച്, പിസാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എന്തുമാത്രം ജാതിയാണ്. നമ്മൾ കാണാം, റോഡെ കാണാം, ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്നത് എല്ലാം സ്വന്തം കാര്യമാണ്. ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും. അതായത് ഇന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോട് കൂടി ജോസഫ് ആദ്യം പറഞ്ഞ പ്രേക്ഷിത മാർട്ടിൻ തോമസ് പറഞ്ഞ് നമുക്ക് മാതാവിനെ പോയി കാണാം.
കാര്യം മരിക്കുമെന്ന് ഉറപ്പായില്ലേ. ഇനി മാതാവിനെ പോയി കാണാം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒറ്റ പ്രാർത്ഥന. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം. ഈ മനുഷ്യൻ ഇവിടെ വന്ന് ഇറങ്ങുകയും ഇങ്ങനെ പറയണേ, ഞാൻ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം രാവിലെയാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ എനിക്കെൻ്റെ മുറികളിലേക്ക് ഞാൻ വാടകയ്ക്കൊരു മുറിയെടുത്ത്, അതായത് ഈ പറഞ്ഞ TD ജോസഫ് പറഞ്ഞു, ഞാൻ വാടകയ്ക്കൊരു മുറിയെടുത്ത്, അപ്പോൾ അതിൻ്റെ മുകളിലാണ് എനിക്ക് മുറി കിട്ടിയത്. ഞാൻ വന്നിട്ട് എനിക്ക് ഒരു ചെവിട് പോലും മുകളിലോട്ട് വെക്കാൻ പറ്റിയില്ല. എന്നാലും വേറെ മുറിയൊന്നും ഇല്ലാഞ്ഞ കാരണം ഞാൻ അവിടെ ഒരു കണക്കിന് 2 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എഴിഞ്ഞ് വലിഞ്ഞ് കയറി അവിടെ കിടന്ന് രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ ചവിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു, അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല ഇവിടെ. ബാക്കിയുള്ള അഡീഷണൽ പ്രയർ പിന്നെ വരണതാണ്. ഓപ്പൺ പ്രെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ പ്രെയർ എന്ന് പറയുന്നത് നമ്മൾ കട തുറന്നു കഴിഞ്ഞാൽ കടയിൽ പല ക്യാഷ് ബോക്സും അതിൽ നിന്ന് അലമാരിയൊക്കെ ഉണ്ടാക്കി തുറക്കാം. പക്ഷെ കട തുറക്കണത് എന്തുകൊണ്ടാണ്? ഒറ്റ താക്കോലാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അതാണ് വിഷയം. അതിനുവേണ്ടി നീ ചെയ്യണം മുഴുവൻ പ്രേക്ഷിത പ്രവർത്തനവും ആ ഒറ്റ കാര്യത്തിനാണ്. എന്തിനാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അത് നിനക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. കിടക്കാൻ നേരത്തും പ്രാർത്ഥിക്കാം, എഴുന്നേക്കാൻ നേരത്തും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എന്തൊരു മനോഹരമായ പ്രാർത്ഥന! സൗന്ദര്യമല്ല, ശക്തിയാണ് ആ പ്രാർത്ഥന. ഇയാൾക്ക് അന്ന് തന്നെ ഇയാളുടെ ചീട്ട് നോക്കിയപ്പോൾ അച്ഛനെ കാണാൻ ഇടതെന്ന് ഇയാളിനോട് സംസാരിച്ചു. ഞാൻ ഇയാളുടെ വിഷയം കൊണ്ട് അമ്മയുടെ അടുത്ത് കൊടുത്തു. അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് അങ്ങയുടെ തലേ തൈത്ത് പൂശി അങ്ങേരെ പോയി കിടന്ന് പിറ്റേ ദിവസം പോവുകയാണ്. പക്ഷെ അങ്ങേരെ പോയി കിടന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ പുള്ളിക്ക് ബലം തോന്നി ശരീരത്തിന്. ഇയാൾ നേരെ ചവിട്ടിയാണ് കയറണം. പണ്ട് ഇഴഞ്ഞു കയറിയ ആൾ ചവിട്ടി കയറാൻ തുടങ്ങി. അപ്പം തന്നെ അമ്മ തൊട്ടെന്നറിഞ്ഞ അമ്മ തൊട്ട്. പിന്നെ ഇയാൾ ഉടനെ പിറ്റേ ദിവസം അപ്പം അയാൾക്ക് തോന്നി അയാൾ ഓക്കെ ആയി. സെക്കൻഡുകൾക്കുള്ളതാണേ, സെക്കൻഡുകൾക്കുള്ള അതായത് മർമ്മമാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ അസ്ഥിവാരങ്ങളെ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ. ഇപ്പം തന്നെ ഈ അയാളെ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, മാർട്ടിൻ തോമസ് ചെയ്യണത്. അയാളെ ഈ ജോസഫ് ആശുപത്രി കിടക്കുമ്പോൾ, ഈ പേഷ്യൻ്റ് ആശുപത്രി കിടക്കുമ്പോൾ ഇയാളെ കൊണ്ടുവന്ന അളിയൻ ഇവിടുന്ന് ഈ 11 ഭാഷയുടെ 10 രൂപ മേടിച്ചിട്ട് 6 ഭാഷ ബാംഗ്ലൂർ റോഡേ നടന്ന് വിതരണം ചെയ്യുകയാണ്. നോക്കി, നിങ്ങളാണ് നിങ്ങളുടെ അളിയനെ മാത്തുവിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നിലയും വിളിച്ച് മുഖത്ത് വയ്ക്കുമ്പോൾ അല്ല കഴിച്ചാ എന്ന് പറഞ്ഞിരിക്കും അവിടെ. അത്രേ ഉള്ളൂ. വെള്ളം വേണം എന്ന് ചോദിക്കൂ. ചില ബൈസ്റ്റാൻഡറിന് തലക്ക് പിടിച്ച് നിലക്കത്ത് അടിക്കാൻ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അളിഞ്ഞ മോന്ത കാണുമ്പോൾ തന്നെ രോഗിക്ക് ഇതിനേക്കാളെല്ലാം മരിക്കണം തോന്നിപ്പോവും. വെള്ളം വേണം, കുടിച്ചാ ചെക്കണില്ല എന്ന് പറഞ്ഞിരിക്കും. അതല്ല ക്രിസ്തീയ ജീവിതം. ഈ നോക്കിയേ, കണ്ടുപഠിക്ക്. ഈ അളിയനെ ആശുപത്രി കൊണ്ട് ഇട്ടിട്ട് ഈ മനുഷ്യൻ 11 ഭാഷ 10 രൂപ മേടിച്ചിട്ടുണ്ട്. 6 ഭാഷയുടെ പ്രാർത്ഥന കൊണ്ട് റോഡേ മുഴുവൻ ചുറ്റും നടക്കുകയാണ്. കാണുന്നവൻ്റെ ഭാഷ ചോദിച്ചൊരു പത്രം കൊടുക്കുകയാണ്. എന്നിട്ട് വിഷയം പറയണം മാതാവിനെക്കുറിച്ച്. ഇങ്ങനെയുള്ളവനൊക്കെ ചുമ്മാ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി മാതാവിനെ. ഇത് ടോട്ടൽ യൂട്ടേൺ എടുക്കണം മക്കളെ, ടോട്ടൽ യൂട്ടേൺ എടുക്കണം. എന്നിട്ട് ഇയാളെ 2 കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് വെച്ച് ആദ്യത്തെ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുത്ത്. അപ്പോൾ ഇയാളുടെ മെയിൻ ഡോക്ടർ ഇല്ല അവിടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് ഇവർ ഫോളോ ചെയ്താൽ മതി. ആദ്യം ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ. അപ്പോഴുടനെ അവർക്കൊരു ഡൗട്ട് തോന്നി. പണ്ടത്തെ ആളല്ല ഇപ്പോൾ സംസാരിക്കണത്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ മാസ്റ്റർ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുണ്ട്, അദ്ദേഹം വരണം. അപ്പോൾ അദ്ദേഹം വ്യാഴാഴ്ച വരത്തുള്ളൂ. അദ്ദേഹം വ്യാഴാഴ്ച വന്നിട്ട് ഇയാളുടെ രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത്. അപ്പോൾ എന്താണ്, 7 ഇഞ്ചക്ഷൻ 28 ഗുളികയുടെ 7 ഇരട്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ സാധനത്തിൻ്റെ 1 ഇഞ്ചക്ഷനെ കൊടുത്തുള്ളൂ. അങ്ങേര് പറയണേ, അങ്ങേര് എൻ്റെ ഹെഡ് വന്നിട്ട് പറയണത്, ഈ എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ ഈ സർവീസിൽ ഇന്ന് വരെ ഇങ്ങനെ ഇപ്പോൾ 60% ഡെഡ് സെല്ലല്ലേ,
ഈ 60% ഡെഡ് സെല്ലും മാറിയിട്ട് 100% പുതിയ രക്താണുക്കൾ കയറിയിരിക്കുകയാണ് ശരീരത്തിലേക്ക്. ഇതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. അമ്മേ, ഒറ്റ പ്രാർത്ഥന, അമ്മേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. എൻ്റെ പവർ ഇരിക്കണം അവിടെയാണ്. നിങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ പ്രവർത്തനങ്ങളെല്ലാം, നിങ്ങൾ ചെയ്യുന്ന ഉപയോഗപ്രവർത്തനങ്ങളെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടിയും സാക്ഷി ആയിക്കൊണ്ടും ചെയ്യണ കാര്യങ്ങളാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ദൈവപിതാവേ എല്ലാവരും എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമേകുന്നു. ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമേകുന്നു. അവൻ പറയുന്നതും ചെയ്തിരിക്കും. ജീവിതം ധന്യമാക്കി. അവൻ പറയുന്നതും ചെയ്തിരിക്കും. ജീവിതം ധന്യമാക്കി. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അച്ഛൻ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, മക്കൾ, നിങ്ങളുടെ വിസ, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ കുടുംബസമാധാനം, ഭർത്താവും ഭാര്യയും പിരിഞ്ഞിരിക്കണത്, അതുപോലെ കേസുകൾ, വഴക്കുകൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ സ്വരത്തിൽ ഒറ്റ പ്രാർത്ഥന ചെയ്യണം. എന്താണ്? അമ്മേ, ഞങ്ങളെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ജപ്തി നടപടി നേരിടുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രോഗികളെ, പീഡിതരെ, രക്തസ്രാവ രോഗികളെ, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവരെ, സിസ്റ്റുള്ളവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ രോഗികളെ, തൊണ്ടയുടെ മുഴകളെ, ക്യാൻസർ രോഗികളെ, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെ സുഖപ്പെടുത്തി അങ്ങ് നടുവിന് വേദന ഉള്ളവരെ ഈ നിമിഷം നടുവിന്റെ വേദന പൂർണ്ണമായി പരക്കെ സുഖപ്പെട്ടുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ. I command you in the name of Jesus Christ to be healed. നിങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ,
ഹൃദയ രോഗികളെ ഈശോ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങള്, ഗർഭിണികളുടെ രോഗങ്ങള്, ഗർഭാവസ്ഥയിലെ തകരാറുകള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങയുടെ സ്വീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, പരീക്ഷ കഴിഞ്ഞ പിള്ളേരെ ഇപ്പോഴേ BTUവിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നു, PSC പരീക്ഷ നടക്കാൻ പോകുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ട് അവർ തടവില്ലാതെ തടസ്സമില്ലാതെ അവരുടെ ഭാവി ജീവിതം ക്രമീകരിക്കുന്നതിന് വേണ്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി കുഞ്ഞുങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മക്കളെ, സമാധാനമില്ലാത്തവര്, പലതരത്തിലുള്ള ആസക്തികള് കുഞ്ഞുങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയവരുണ്ട്. ചില കേസുകളിൽ പെട്ട് മക്കള് ജയിലിൽ കിടക്കുന്ന അമ്മമാരുണ്ട്. കുടുംബങ്ങളിൽ കലഹങ്ങൾ നിലനിന്ന് പോകുന്നവരുണ്ട്. ഒരു പൊരുത്തമില്ലാത്തവരുണ്ട്. ചിലർ പറയും ആരെങ്കിലും ഒരാൾ മരിക്കാതെ ശരിയാകത്തില്ലെന്ന് പറയും. അങ്ങനെ അത്രയും ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ വെളിച്ചം ഉണ്ടാകാൻ വേണ്ടിയും തിന്മകളുടെ ശക്തികൾ ആട്ടി അകറ്റപ്പെടാൻ വേണ്ടിയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവര്, എന്ത് വരുമാന മാർഗം ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനുള്ളവര്, എന്ത് ചെയ്തു കഴിഞ്ഞാൽ 10 പൈസ കിട്ടി ജീവിക്കാൻ പറ്റുമെന്നറിയാതെ വേദനിക്കുന്നവര് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, സാമ്പത്തിക മേഖലകളിലെ പൊറുതി മുട്ടിയവരെ ഈ നിമിഷം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഈ ആഴ്ചക്കുള്ളിലെ അവർക്കൊരു മാർഗം കാണിച്ചു കൊടുത്ത് അവരെ നിലനിർത്തണമേ. ശരീര അഴുക്കൽ രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശരീരം വെറുതെ ഇങ്ങനെ തൊലി അഴുകി മാറും. പൊറുക്കാത്ത വ്രണങ്ങള് കർത്താവിന്റെ തിരുമുറുപാർന്ന് വലത് കർത്താവ് സ്പർശിക്കുന്ന ശ്രദ്ധിക്കട്ടെ. എല്ലാരും മുട്ട നിൽക്കുക.
വ്യക്തിപരമായ കാര്യങ്ങൾ ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിലുള്ളവരും അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾ അച്ഛൻ്റെ കൂടെ ദൈവതിരുസേനയിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജയിലിൽ കിടക്കുന്നവര്, രേഖാമൂലമുള്ള തടസ്സമുള്ളവര്, പൊക്കുവരോ ചെയ്ത് കിട്ടാത്തവര്, ഭൂമി തരം മാറ്റാൻ പറ്റാതിരിക്കുന്നവര്, സ്ഥലം വിൽക്കാൻ പറ്റാത്തവര്, വാങ്ങാൻ പറ്റാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. അറിയിപ്പുകള്. ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സ് ഇവിടെ നിന്ന് ഇപ്പോൾ സർവീസ് പൂർത്തിയാക്കി പോവുകയാണ്. നിങ്ങളെ 2 സിസ്റ്റേഴ്സിൻ്റെ കൃപാസനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ മുറികൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് ഏതെങ്കിലും സിസ്റ്റർമാർ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ മദറിൻ്റെ അനുവാദത്തോടുകൂടി, രേഖാമൂല അനുവാദത്തോടുകൂടി അപേക്ഷ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇങ്ങനെ കൃപാസനത്തിൽ താമസിച്ച് ജോലി ചെയ്യണം, 1 കൊല്ലം ജോലി ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രയും വേഗം ഈ ആഴ്ചക്കുള്ളിൽ 2 സിസ്റ്റേഴ്സിന് ഒഴിവുണ്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള. വേറൊരു അറിയിപ്പുള്ളത്, ഇവിടുത്തെ എഡിറ്റർ അദ്ദേഹം വേറൊരു ജോലി കിട്ടി പോവുകയാണ്. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജോമർ സിസ്റ്ററിനെ ബന്ധപ്പെടാനും മതി, അല്ലെങ്കിൽ സണ്ണി ബ്രദറിനെ ജനറൽ മാനേജറിനെ ബന്ധപ്പെടണം. 1-ാം തീയതി ലൈവായിട്ട് മാതാവിൻ്റെ വണക്കമാസം ആരംഭിക്കും. മാതാവിൻ്റെ വണക്കമാസം നേർച്ചയായിട്ട് ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. അത് നിങ്ങളുടെ നിയോഗങ്ങൾ വെക്കാവുന്നതാണ്. നിയോഗങ്ങൾ സമർപ്പിച്ചിവിടെ എല്ലാ ദിവസവും മെയ് 1 തൊട്ട് 31 വരെ ദൈവജന പ്രഘോഷണത്തോടും വണക്കമാസത്തോടും സംഗീതാത്മകമായ വണക്കമാസ ആചരണങ്ങൾ മതാവിശുദ്ധിക്കായി നടത്തുന്നു. അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഈ ചാനൽ ഉപയോഗിക്കാവുന്നതാണ്. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ